എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ നേഴ്സിൽ നിന്ന് കൊണ്ടുവരുന്ന റോസിൽ ധാരാളം പൂക്കൾ ഉണ്ടാകണമെന്നും ഒരുപാട് പുതിയ മുട്ടുകളും പിന്നീടും പുതിയ തളിർപ്പുകളും ഒക്കെ ഉണ്ടാകാൻ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. അപ്പോൾ പ്രൂണിങ് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ റോസയ്ക്ക് പൂക്കളൊന്ന് വാടിക്കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ പ്രധാനമാണ്. പ്രൂൺ ചെയ്ത ഭാഗത്ത് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ സാഫോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ചൂടുള്ള സമയത്ത് കമ്പുകളൊക്കെ കറുത്തു പോകാതിരിക്കും, എപ്പോഴും പറയുന്ന പോലെ തന്നെ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഒരു റോസാച്ചെടിക്കൊക്കെ എന്താ പറയുക, ഫംഗൽ ബാധയും അതുപോലെ തന്നെ മുരടിപ്പും മഞ്ഞ ഇലകളും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ സാഫ് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ തെളി കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം തെളി നമ്മുടെ ഒരു ചെടികളുടെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നല്ല റിസൾട്ടാണ്. അതുപോലെ നമ്മുടെ പെറ്റൂണിയ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരവസ്ഥ കാണാറുണ്ട്. അതിനായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചീക്കലൊക്കെ മാറി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റോസകൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. റോസകൾക്ക് ഫംഗലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചെടികളുടെ വേരുകളൊക്കെ ചീഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് കേടുവന്ന പോലെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആവുകയും പിന്നീട് വരുന്ന ഇലകളൊക്കെ നല്ല പുതിയ തളിർപ്പുകളും നല്ല കളറോടുകൂടിയ ഇലകളും പുതിയ പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയാനായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ റോസയിലെ ഒരു പൂക്കളെന്ന് കരിഞ്ഞ സമയത്ത് നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് 2 ഇല താത്തിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അതിൻ്റെ തൊട്ട് താഴെ നിന്ന് പുതിയ തളിർപ്പ് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ആ റോസ അങ്ങനെ പൂക്കൾ അവിടെ നിന്നിട്ട് കുറേ ദിവസങ്ങൾ കഴിയുമ്പം റോസ പെട്ടെന്ന് മുരടിച്ച് പോകുന്ന കാണാൻ സാധിക്കില്ലേ. അപ്പം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഈ ചൂടുള്ള സമയത്ത് പ്രൂൺ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പൂക്കൾ കരിഞ്ഞാലുണ്ടെ പ്രൂൺ ചെയ്യുക. പിന്നെയും പുതിയ തളിർപ്പുകൾ വരും, അതിൽ പൂമുട്ടുകൾ വരും, പൂക്കൾ വരും. പിന്നെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു അടിവളം കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അത് പൗഡർ രൂപത്തിലുള്ളതാകാം, ലിക്വിഡ് രൂപത്തിലുള്ളതാകാം. പൗഡർ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ നല്ലതായിട്ട് നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ചൂടുള്ള സമയമായതുകൊണ്ട് 3 പ്രാവശ്യം നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. റോസകളുടെ പൂക്കളും ഇലകളും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉച്ചയ്ക്കൂടി നനച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കി കൊടുക്കാം. ധാരാളം പൊട്ടാഷ്യം, മഗ്നീഷ്യവും കോപ്പറും അയണും ചെങ്കും ഒക്കെ അടങ്ങിയ നമ്മുടെ റോക്ക് സാൾട്ട്, അതായത് ഇന്ദുപ്പ്. മിക്കവർക്കും അറിയാം, ഇന്ദുപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വളരെയധികം നല്ലതാണ്. ധാരാളം പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് തന്നെ ഇതിൽ പിന്നെ ധാരാളം പൂക്കൾ ഉണ്ടാകാനായിട്ട്, നമ്മുടെ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്നു. മറ്റെല്ലാ ദ്വിതീയ മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് നമ്മുടെ പച്ചക്കറി തൈകൾക്ക് ധാരാളം കായ്ഫലം കിട്ടാനായിട്ടും പച്ചമുളക്, തക്കാളി ഇതിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പായതുകൊണ്ട് ഇച്ചിരി പെട്ടെന്ന് ചിലപ്പോൾ അലിയത്തില്ല. ഇതിപ്പം പൗഡർ രൂപത്തിലുള്ളതാണ് പെട്ടെന്ന് അലിയും. അതായത് കല്ല് രൂപത്തിലോ കട്ട രൂപത്തിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒരു ചെറിയ പീസ് മതി. അത് നന്നായിട്ട് വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചെടുക്കുക. കുറച്ച് നേരം ഒന്ന് വെക്കുക. അപ്പം നല്ലവണ്ണം അലിഞ്ഞ് കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളിൽ, പൂച്ചെടികളിൽ, പ്രത്യേകിച്ച് റോസകൾ, ബോഗൺവില്ല, ചെത്തി, ചെമ്പരത്തി ഇതിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെടികളുടെ ചോട്ടിൽ ഒരു കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം. നല്ല റിസൾട്ടാണ്. ഞാനെൻ്റെ റോസൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കൽ മാത്രം കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ റോസയുടെ ചെടിച്ചട്ടിക്കകത്തെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പുല്ലോ കാടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ച് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി തൈകൾക്കും പച്ചമുളക് തൈ, തക്കാളി തൈ ഇതിനൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കായ്ഫലവും നല്ല തക്കാളിയൊക്കെ നല്ലപോലെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നു. ദ്വിതീയ മൂലകങ്ങളൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ദ്വിതീയ മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടാണ് നമുക്കിതിന് കിട്ടുന്നത്. കാരണം കോപ്പർ, സിങ്ക്, അയൺ, മഗ്നീഷ്യം, അതുപോലെ തന്നെ എന്താ പറയുക, പൊട്ടാഷ്യം ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന പുളിച്ച മോര്, പുളിച്ച തൈര് ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് ഈ ഒരു സമയത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. പുളിച്ച തൈരാണ്, പുളിച്ച മോരാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ട് കേട്ടോ. ഈ 1/2 കപ്പ് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലൊരു കീടനാശിനിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ പുറത്ത് വെച്ചിട്ട് 3 ദിവസം 4 ദിവസം കൊണ്ട് നന്നായിട്ട് പുളിപ്പിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ
പുളിച്ച തൈരിൽ മൂലം ധാരാളം നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിക്കുന്നത് മൂലം ഇത് നല്ലൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. ഫംഗൽ രോഗങ്ങളും കീടബാധകളും അതുപോലെ തന്നെ പ്രാണികളുടെയും വണ്ടുകളുടെയും ശല്യമൊക്കെ തുരത്തുന്നതിനും ഇത് നമുക്ക് കീടനാശിനിയായിട്ട് അരക്കപ്പ് തൈരിൽ 1 ലിറ്റർ വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ നല്ല സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നല്ലപോലെ പുളിക്കുമ്പോഴാണ് ഒരുപാട് നല്ല സൂക്ഷ്മാണുക്കൾ അതിലുണ്ടാകുന്നത്. ഇത് നമ്മുടെ ചെടികൾക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ.